ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സനാതന ധർമ്മത്തിന്റെ ആരംഭമായിരിക്കുന്ന മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ ആരംഭം എപ്പോഴായിരുന്നു എന്നുള്ളത്, എപ്പോഴാണ് മനുസ്മൃതി ചമയ്ക്കപ്പെട്ടത് എന്നുള്ളത് ചരിത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും അവര് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്നത്തെ നാം കാണുന്നതായിട്ടുള്ള സനാതന ധർമ്മം എന്ന് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ വിളിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഹിന്ദുത്വ ആചാരങ്ങൾ വീണ്ടും ക്രമീകരണങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുത്തുവാൻ കൊതിക്കുന്നതായിട്ടുള്ള ചില ആളുകൾ, സനാതന ധർമ്മികളെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൈസ്തവ ദൂഷകന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കൃത്യമായ മറുപടികൾ പറഞ്ഞു. ഒന്നുകൂടെ അത് ആവർത്തിക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിൽ അഥവാ AD 2-ാം നൂറ്റാണ്ടിലാണ് മനുസ്മൃതിയുടെ പൂർണ്ണ രൂപത്തിൽ, ഇന്ന് നമ്മൾ കാണുന്ന പൂർണ്ണ രൂപത്തിലുള്ള രേഖകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എൻ്റെ വാക്കുകളല്ല. പാട്രിക് ഒലിവെല്ലെ എന്ന് പറയുന്നതായിട്ടുള്ള ചരിത്രകാരൻ പറയുന്നത് മനുസ്മൃതിയുടെ അന്തിമ രൂപപ്പെടുത്തൽ ക്രിസ്തു വർഷം 2-ാം നൂറ്റാണ്ടിൽ നടന്നു എന്നാണ്, അതായത് AD 200-ൽ. എന്നാൽ അതിൽ വളരെ പഴയ ആചാരങ്ങളും പരമ്പരകളും ഉൾക്കൊള്ളപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. The final redaction of the text of Manu took place around the 2nd century AD, though all the traditions were incorporated. അതായത് മനുസ്മൃതി ഒരിക്കലും ഒരു ദിവസത്തിൽ എഴുതിയ ഗ്രന്ഥമല്ല. പല നൂറ്റാണ്ടുകൾക്കിടയിൽ രൂപപ്പെട്ട ആശയങ്ങൾ പിന്നീട് ഒരുമിച്ച് ചേർത്ത് ഇന്നത്തെ രൂപം ലഭിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന്റെ രചയിതാവ് ആരാണെന്നുള്ളത് നമുക്കറിയണം. മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പുരാണങ്ങളിൽ മനു എന്നത് ആദി പുരുഷനും ലോകത്തിന്റെ രക്ഷകനുമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരാണ കഥാപ്രകാരം പ്രളയത്തിൽ നിന്നും ജീവികളെ രക്ഷിച്ചത് മനു തന്നെ. ആ മനുവാണ് മനുഷ്യർക്ക് ജീവിത നിയമങ്ങൾ നൽകി എന്ന വിശ്വാസമാണ് മനുസ്മൃതിക്ക് പേര് നൽകിയത് എന്ന് പറയുന്നത്. പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ മനു എന്നത് യഥാർത്ഥ ഒരു വ്യക്തിയല്ല, മറിച്ച് ബ്രാഹ്മണ പണ്ഡിതന്മാരുടെ കൂട്ടായ പ്രതീകം മാത്രമാണ്. പല പ്രദേശങ്ങളിലെയും പല കാലങ്ങളിലെയും ധർമ്മചട്ടങ്ങൾ ഒറ്റക്കെട്ടാക്കി മനു എന്ന പുരാണ പേരിൽ കേന്ദ്രീകരിച്ചു എന്നാണ് ഡോണിഗർ അഥവാ വെൻഡി ഡോണിഗർ എന്ന് പറയുന്നതായിട്ടുള്ള ചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് മനുസ്മൃതി ഒരൊറ്റ മനുഷ്യന്റെ സ്വരമല്ല, മറിച്ച് ബ്രാഹ്മണിക സംവിധാനത്തിന്റെ കൂട്ടായ ശബ്ദമാണ്. അത് മനുവിന്റെ പുരാണാധികാരത്തിന്റെ പേരിൽ സംസാരിക്കുന്നതാണ്. The laws of Manu is not the voice of one man, but the collective voices of the Brahminical order, speaking under the mythical authority of Manu. അതായത് ഒരു വ്യക്തിയല്ല, മറിച്ച് ബ്രാഹ്മണിക്കൽ അതോറിറ്റി, അധികാരത്തിന്റെ ബ്രാഹ്മണന്മാരുടെ അധികാരത്തെ മനുഷ്യവർഗത്തിന്റെ സമൂഹത്തിന്റെ മേൽ കുത്തിച്ചമത്താൻ വേണ്ടിയിട്ട് അവർ ചമച്ചിട്ട് മനു എന്നുള്ളൊരു പേര്, ആദിപുരുഷൻ എന്നുള്ളൊരു കഥാപാത്രത്തിന്റെ പേരായിരിക്കുന്ന മനു എന്നുള്ള ആ പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഗ്രന്ഥത്തിന്റെ ഘടനയും ഭാഷയും കൂടെ നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോവുകയാണ്. മനുസ്മൃതി സംസ്കൃത ശ്ലോക രൂപത്തിൽ രചിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. 12 അധ്യായങ്ങളിലായിട്ട് 2684 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അതിനകത്തെ വിഷയം എന്ന് പറയുന്നത് സർവ്വ സമൂഹത്തിനും ബാധകമായ നിയമങ്ങളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൽ ഈ ബ്രാഹ്മണന്മാർ ചെന്നെത്തി അവിടെ എവിടെയൊക്കെ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുവോ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ വർണ്ണങ്ങൾ ഉണ്ടാക്കുക, ജാതി വ്യവസ്ഥിതികൾ, ചട്ടങ്ങളൊക്കെ രൂപപ്പെടുത്തുക. അപ്പൊ ആ ചട്ടങ്ങൾക്കും അതേപോലെ തന്നെ സ്ത്രീകളുടെ ജീവിതക്രമം, ഭരണാധികാരിയുടെ കടമകൾ, ശിക്ഷാ നിയമം, ആചാരങ്ങളും മതചടങ്ങുകളും, ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം. ഇതിന്റെ ഭാഷ സാഹിത്യ സംസ്കൃതമായതിനാൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പിടികിട്ടിയിരുന്നില്ലെന്ന് മാത്രമല്ല, ഇത് അവരോട്ട് വായിക്കാൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുമില്ല. അതിലൂടെ ബ്രാഹ്മണന്മാരുടെ നിയന്ത്രണം അതിശക്തമായിട്ട് അവരെ ശക്തിപ്പെടുത്തി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ട് ബ്രാഹ്മണിസത്തിന്റെ മേൽക്കോയ്മ സർവ്വസമൂഹത്തിലും അവരെ സ്ഥിരപ്പെടുത്തുവാൻ ഈ മനുസ്മൃതി എന്ന് പറയുന്നതായിട്ടുള്ള കാട്ടു നിയമങ്ങൾ മനുഷ്യന്റെ മേൽ കുത്തിച്ചുമത്തിക്കൊണ്ട് അവര് ഇവിടെ ഭരണം ഏർപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ അതിനെ അവർ വിളിക്കുന്നത് ഇത് ജീവിക്കുന്ന ഗ്രന്ഥം എന്നാണ്. ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് മനുസ്മൃതി ഒരിക്കൽ എഴുതപ്പെട്ട് അവസാനിപ്പിച്ച ഗ്രന്ഥമല്ല, അത്
പലപ്പോഴായിട്ട് എഴുതിയതുകൊണ്ട് അത് ജീവിക്കുന്ന ഗ്രന്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിൽ പുതിയ നിയമങ്ങൾ ചേർത്ത് വീണ്ടും പുനഃസംസ്കരിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഇതിലെ ആശയങ്ങളിൽ പല പഴയതും പുതുതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കലർന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് PV കാനെ എന്ന് പറയുന്നതായ ചരിത്രകാരൻ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, മനുസ്മൃതി ഒരു ഏക എഴുത്തുകാരന്റെ കൃതിയല്ല, പക്ഷേ നിരവധി നൂറ്റാണ്ടുകളായി വളർന്ന ബ്രാഹ്മണ പരമ്പരയെ ഉൾപ്പെടുത്തിയുള്ള സംശോധിത ഗ്രന്ഥമാണെന്ന് പറയാവുന്നതാണ്. Manusmriti is not the work of a single author, but a redacted text that incorporates centuries of Brahmanical tradition. അതിനാൽ മനുസ്മൃതി എഴുതപ്പെട്ട കാലം പുരാതന ഇന്ത്യയിലെ വലിയ മത സാമൂഹ്യ മാറ്റങ്ങളുടെ കാലഘട്ടം ആയിരുന്നു. ഉണ്ടായിരുന്ന തദ്ദേശീയവാസികളായിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ആര്യന്മാർ കയറി വന്നിട്ട് അവര് കാണിച്ചു കൂട്ടിയ ഏറ്റവും വലിയ വങ്കത്തരം, ഏറ്റവും വലിയ മതപരിവർത്തനം, ഏറ്റവും വലിയ വിഷം അവരെ കലർത്തിയത് ഈ ജനങ്ങളെ തമ്മിൽ വിഭജിക്കുന്നതിലായിരുന്നു. അതവരുടെ അജണ്ടയായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി ആയിരുന്നു ആര്യന്മാരിവിടെ കൊണ്ടുവന്നത്. ആ പോളിസി അന്നും ഇന്നും അവര് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തിപ്പോരുന്നു. അപ്പോൾ ബുദ്ധ ജൈന പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ബ്രാഹ്മണാധികാരം വെല്ലുവിളിക്കപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടിയായിട്ട് ബ്രാഹ്മണ പണ്ഡിതന്മാർ മനു എന്ന പുരാണാധികാരം ഉപയോഗിച്ച് ഒരു നിയമഗ്രന്ഥം രൂപപ്പെടുത്തി. കാരണം അവരുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്തു. ബ്രാഹ്മണന്മാരുടെ മേൽക്കോയ്മകളെ ഈ ബുദ്ധമതവും ജൈനമതവും ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവർ പറഞ്ഞു, ആദിപുരുഷനായിരിക്കുന്ന ജലപ്രളയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച അതേ മനു തന്നെയാണ് ഈ വേദം നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്തു? വർണ്ണ വ്യവസ്ഥയും സാമൂഹ്യ ക്രമവും മനുസ്മൃതിയിലൂടെ അടിച്ചേൽപ്പിക്കുവാനിടയായിത്തീർന്നു. മനുസ്മൃതി സമൂഹത്തെ 4 കാസ്റ്റായിട്ട്, വർണ്ണങ്ങളായിട്ട് തിരിച്ചു. അതിലൊന്ന് ബ്രാഹ്മണർ. അവരുടെ ദൗത്യം എന്താണെന്നുള്ളത് അവർ തന്നെ വളരെ കൃത്യമായിട്ട് വിഭജിച്ചു വെച്ചു. എന്താണ്? പഠിപ്പിക്കുക, യാഗങ്ങൾ നടത്തുക, ദൈവസേവനം, മാധവ സേവനമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്നുള്ള ആ ഒരു ചിന്തകളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ക്ഷത്രിയരോ, അവരാകട്ടെ ഭരണവും യുദ്ധവും ഒക്കെ അവരെ ഏറ്റെടുത്തു. അവർക്ക് യുദ്ധം ചെയ്യാനും ഭരണത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ അധികാരം നിലനിർത്താനും അവരും വളരെ ശക്തമായി പ്രവർത്തിച്ചു. അതിനുള്ള ആധികാരികമായിട്ടുള്ള മനുസ്മൃതി എന്ന ഗ്രന്ഥം അവർ ഉപയോഗിച്ചു. 3-ാമത്തെ കൂട്ടരായിരിക്കുന്ന വൈശ്യർ അവരെ വ്യാപാരവും കൃഷിയും പശുപാലനവും നടത്തി. അപ്പോൾ ശൂദ്രരോ, അവര് മേൽവർണ്ണങ്ങൾക്ക് സേവനം പാദസേവ ചെയ്യാനായിട്ട് അവർ നിയോഗിക്കപ്പെട്ടു. മനുസ്മൃതി പ്രകാരം ഈ വർണ്ണങ്ങൾ സർവകാലവും മാറ്റാനാവാത്തവ എന്നാണ്. അതിനെയാണ് ഇവര് സനാതനം എന്ന് വിളിക്കുന്നത്. നമ്മുടെ BJP പ്രതിനിധികളൊക്കെ ചാനലിൽ വന്നിരുന്നിട്ട് മനുസ്മൃതി മനുസ്മൃതി എന്നൊക്കെ പറയുകയും സനാതനധർമ്മം എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇതെന്തോ വലിയ ആനത്തലയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ സാധാരണപ്പെട്ട ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് അവര് എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, ഇത് ഒരാനത്തലയല്ല, ഇത് മനുഷ്യനെ വിഭജിക്കുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒന്നായിരുന്നു. മനുഷ്യന്റെ ജനനം തന്നെയാണ് അവന്റെ സാമൂഹ്യ സ്ഥാനം നിർണയിക്കുന്നതെന്ന് ഈ മനുസ്മൃതിയാണ് ഈ ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത്. അത് എങ്ങനെയാണ് നമുക്കൊരു ആധികാരിക മാനുഷിക ഗ്രന്ഥമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത്? ഒരു വേദപ്രമാണമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയുകയില്ല. ഇത് മനുഷ്യനെ ഏറ്റവും നീചമായ അവസ്ഥയിലേക്ക് വേർതിരിക്കുന്ന ഒന്നാണ്. മനുസ്മൃതി 1-ാം അധ്യായത്തിന്റെ 87 മുതൽ 91 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്, ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ വായിൽ നിന്നും, ക്ഷത്രിയൻ ഭുജങ്ങളിൽ നിന്നും, വൈശ്യൻ ഉദരത്തിൽ നിന്നും, ശൂദ്രൻ കാലുകളിൽ നിന്നും ജനിച്ചു. അപ്പോൾ ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട ഈ 4 പെടാത്ത ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, അപ്പൊ അച്ഛാ, ഈ അവർണരായിരിക്കുന്ന ഞങ്ങളൊക്കെ ബ്രാഹ്മണന്റെ വേസ്റ്റിൽ നിന്നുണ്ടായതാണോ, വിയർപ്പിൽ നിന്നോ മലമൂത്ര വിസർജനങ്ങളിൽ നിന്നോ ഉണ്ടായതാണോ എന്ന് അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചു. അപ്പൊ എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാമെങ്കിൽ പറഞ്ഞോണം. പ്രത്യേകിച്ച് സനാതനവാദികളായിരിക്കുന്ന ആളുകൾ അതിനൊരു മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും.
മനസ്സിലായല്ലേ? അപ്പൊ ഈ പുരാണോപമ വിശദീകരണം വഴി സമൂഹത്തിലെ അസമത്വം ദൈവികമായി ന്യായീകരിക്കപ്പെടുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. അപ്പൊ ബ്രാഹ്മണാധികാരം വളരെയധികം ഊട്ടിയുറപ്പിച്ചു. ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് വേദപഠനവും വേദപാരായണവും ചെയ്യാനുള്ള അവകാശം എന്നവർ ശഠിച്ചു. അവർ നിയമത്തിന്റെയും ധർമ്മത്തിന്റെയും അവസാന വാക്ക് പറയുന്നവരായി തീർന്നു. മറ്റുള്ളവർ ബ്രാഹ്മണരുടെ ശുശ്രൂഷ ചെയ്യുക മാത്രമാണ് അവരുടെ കടമയായിട്ട് വെച്ചത്. ഇതിനെക്കുറിച്ച് പാട്രിക് ഒലിവെല്ലെ അഭിപ്രായപ്പെടുന്നത്, മനുസ്മൃതി ബ്രാഹ്മണരെ സാമൂഹ്യ പിരമിഡിന്റെ മുകളിലെത്തിച്ചു. അവരുടെ ആചാരാത്മക അധികാരം സമൂഹത്തിലെ ശക്തിയാക്കി മാറ്റി. The laws of Manu placed Brahmins at the apex of the social pyramid, giving them ritual authority that translated into the social power. സാമൂഹ്യമായിട്ടുള്ള ശക്തി കേന്ദ്രമായിട്ട് അതിൻ്റെ എല്ലാം ഉച്ചസ്ഥാനത്ത് ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം ഇത് കാരണമായി തീർന്നു. അപ്പൊ ശൂദ്രന്റെ സ്ഥാനമോ? ശൂദ്രൻ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് മനുസ്മൃതി പറയുന്നു. ആരാ ഈ ശൂദ്രര്? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടില്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നായന്മാരാണ്. അപ്പൊ ആ നായന്മാർക്ക് താഴെയുള്ള വിഭാഗങ്ങൾ ആരും തന്നെ ഈ 4 വേദങ്ങളിലും ഉൾപ്പെടുന്നവരല്ല, സനാതന മാർഗത്തിൽ ഉൾപ്പെടുന്നവരല്ല. അതോർത്തോണം. സനാതന മാർഗത്തിൽ ഈ 4 കൂട്ടരേ ഉള്ളൂ. ആരൊക്കെയാണത്? ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും മാത്രം. അതിൽ തന്നെ ശൂദ്രന്മാരാകട്ടെ അവരേറ്റവും താഴ്ന്ന നിലവാരത്തിൽ, ഏറ്റവും ഈ പറഞ്ഞായിട്ടുള്ള 3 ശൃംഖലകൾക്കും പാദസേവ ചെയ്യാനുള്ള ഒരു കൂട്ടരായിട്ട് അവരെ മാറ്റുകയുമുണ്ടായി. അതാണ് നമ്മുടെ മനുസ്മൃതി നമുക്ക് തന്ന ഏറ്റവും വലിയ സംഭാവന. ഇതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്ര വലിയ ക്ലേശം സഹിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ഇവിടുത്തെ സനാതന ധർമ്മം എന്നും പറഞ്ഞ് കുറെ ഘോരഘോരം വാദിക്കുന്നത്? അയ്യോ കഷ്ടം എന്നല്ലാതെ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? അപ്പൊ ബ്രാഹ്മണനോട് അനുസരണ ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ നൽകാനായിട്ട് ഈ മനുസ്മൃതി അനുശാസിക്കുന്നുണ്ട്. അതിന്റെ 8ാമത്തെ ശ്ലോകത്തില് 413 മുതലുള്ള കണ്ണികളിൽ പറയുന്നത്, ശൂദ്രൻ ധർമ്മങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ അവന്റെ നാവ് വെട്ടിയെടുക്കണം. ഒക്കെ പറഞ്ഞ നായന്മാരില്ലേ, അവര് ധർമ്മങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ അവന്റെ നാവ് വെട്ടണം. ഇത്തരത്തിലുള്ള നിയമങ്ങൾ അസ്പൃശ്യതയുടെ വിത്തുകൾ നടുകയും ശൂദ്രന്മാർക്കും പിന്നീട് അന്തർജാതികൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കാസ്റ്റിനും ഏറ്റവും നീചരായി കണക്കാക്കപ്പെടുന്ന ഈഴവ വിഭാഗം മുതൽ താഴോട്ടുള്ള ആളുകൾക്കും സാമൂഹ്യമായി അവരെ ഏറ്റവും അധകൃതരായിട്ട് കാണുകയും ചെയ്തു. അവരെ താഴ്ത്തിയിട്ടു, അവരെ ചേറ്റിലിട്ടു എന്നാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ. മാത്രമല്ല, ഇനി ഇവരുടെയൊക്കെ സ്ത്രീകൾ തന്നെ ആയിക്കോട്ടെ, ഇവിടെയുള്ള സ്ത്രീകളുടെ സ്ഥാനം എന്തായിരുന്നു നോക്കാം. മനുസ്മൃതി പ്രകാരം സ്ത്രീകൾക്കും സ്വാതന്ത്ര്യ അവകാശമില്ല, സ്വതന്ത്രമായിട്ട് ഒരവകാശമില്ല. ബാല്യത്തിൽ പിതാവിന്റെ നിയന്ത്രണം, യൗവനത്തിൽ ഭർത്താവിന്റെ നിയന്ത്രണം, വാർദ്ധക്യത്തിൽ മകന്റെ നിയന്ത്രണം. മനുസ്മൃതി 5ന്റെ 147 പറയുന്നത് സ്ത്രീ ഒരിക്കലും സ്വതന്ത്രയായി ജീവിക്കരുത്, അല്ലെ? നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊക്കെ നമ്മൾ കേട്ടുള്ളത്. സ്ത്രീകളെ പുരുഷന്റെ ആശ്രിതരാക്കി സമൂഹം ആധിപത്യത്തിലാക്കി എന്ന് പറഞ്ഞാൽ സ്ത്രീകള് പുരുഷന് വേണ്ടി മാത്രമുള്ള ഉപയോഗ വസ്തുവാക്കി മാറ്റി. അപ്പൊ ഇന്നത്തെ സോഷ്യൽ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ മനുസ്മൃതി എന്ന് പറയുന്നതായിട്ടുള്ള ഈ സാധനം എവിടെ ഇടാനാ പറ്റുക? എന്തിനു വേണ്ടിയിട്ടാ പറ്റുക? അപ്പം നമ്മൾ ഇതിന്റെ സാമൂഹ്യ വിഭജനം ഭാഗം കൂടെ കാണണം. ഈ വർണ്ണചട്ടങ്ങൾ ഇന്ത്യയിലെ സമൂഹത്തെ കടുപ്പമേറിയതും ക്രമീകൃതമായി പടിവാതിക്കൽ നിർത്തുന്നതുമായ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. വിദ്യാഭ്യാസം ബ്രാഹ്മണർക്കും ഭാഗികമായി ക്ഷത്രിയ വൈശ്യർക്കും മാത്രമായിട്ട് അനുവദിച്ചു. രാഷ്ട്രീയ അധികാരമാകട്ടെ പ്രധാനമായും ക്ഷത്രിയർക്ക്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ വൈശ്യർക്ക്, തൊഴിലാളിത്വവും അധീന ജീവിതവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്ത ജീവിതവും ശൂദ്രർക്കും. ഇതിന്റെ ഫലമായിട്ട് സാമൂഹ്യ അസമത്വം നിയമാധിഷ്ഠിതമായി നമ്മുടെ നാട്ടിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 605 നാട്ടുരാജ്യങ്ങളിലും, മിക്ക നാട്ടുരാജ്യങ്ങളിലും, എല്ലായിടത്തും ഇല്ല, മിക്ക നാട്ടുരാജ്യങ്ങളിലും അവർ ഊട്ടി ഉറപ്പിച്ചു. അതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാന്യനായ BR അംബേദ്കർ അഭിപ്രായപ്പെടുന്നത്, മനുസ്മൃതി ഇന്ത്യയിലെ സാമൂഹ്യ ദാസ്യത്വത്തിന്റെ അടിസ്ഥാനമാണ്. ഇന്ത്യയിലെ സാമൂഹ്യ സോഷ്യൽ സ്ലേവറിയുടെ അടിസ്ഥാനമാണ്. ഇത് അസമത്വത്തെ പരിശുദ്ധമാക്കി ശാശ്വതമാക്കുകയും ചെയ്തു.
ഇത് അസമത്വം, ഇനിക്വാലിറ്റിയെ കുറിച്ച്, ഡിസ്പാരിറ്റിയെ കുറിച്ച് അത് വളരെ കൃത്യമായിട്ട് അതൊരു ഹോളിനെസ് ആക്കി മാറ്റിയിട്ട് അതൊരു ഇറ്റേണൽ വസ്തുവായിട്ട് അതിനെയാണ് ഇവര് സനാതനമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മനുസ്മൃതി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ സ്ലേവറി ഇൻ ഇന്ത്യ. ഇറ്റ് സാങ്ക്ടിഫൈഡ് ഇനിക്വാലിറ്റി ആൻഡ് മെയ്ഡ് ഇറ്റ് ഇറ്റേണൽ. അതിനാൽ മനുസ്മൃതി സമൂഹത്തെ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റമാക്കി മാറ്റി. അത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ആത്മീയ നിയമാധിഷ്ഠിത അടിത്തറയായിട്ട് മാറി. നോക്കിക്കേ, ഈ മനുസ്മൃതി നമ്മുടെ രാജ്യത്ത് സംഭാവന ചെയ്തത് എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. സ്ത്രീയുടെ ആശ്രിതാവസ്ഥ. മനുസ്മൃതി സ്ത്രീയെ ഒരിക്കലും സ്വതന്ത്ര വ്യക്തിയായി കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ബാല്യത്തിൽ പിതാവിന്റെ സംരക്ഷണത്തിൽ, യൗവനത്തിൽ ഭർത്താവിന്റെ കീഴിൽ, വാർദ്ധക്യത്തിൽ മകന്റെ കീഴിൽ. മനുസ്മൃതി 5:148 പറയുന്നത് സ്ത്രീ ഒരിക്കലും സ്വതന്ത്രയായി ജീവിക്കരുത്. ഈ നിയമം സ്ത്രീകളുടെ സ്വതന്ത്രമായ സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ അവകാശങ്ങളെ മുഴുവൻ നിഷേധിച്ചു. അപ്പൊ എനിക്കിവിടെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്, ഈ സനാതന മാർഗം വരണമെന്ന് പറയുന്ന ആളുകൾ അവരോടൊപ്പം മുഷ്ടി ചുരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും, പ്രത്യേകിച്ച് ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ, ശശികല ടീച്ചറെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ സമൂഹ മധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുസ്മൃതി പ്രകാരം ഏറ്റവും ഔട്ട്കാസ്റ്റായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ വളരെ ക്ലേശപൂർണമാക്കി തീർക്കണമെന്നാണ് മനുസ്മൃതി അനുസരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങള് മനുസ്മൃതിയെ ലംഘിക്കുകയാണ്, നിങ്ങളുടെ വേദത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവർക്കെതിരെയൊക്കെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ മനുസ്മൃതിയിലെ വിവാഹവും കുടുംബജീവിതത്തെ കുറിച്ചും കൂടി ചിന്തിക്കാം. സ്ത്രീയുടെ പ്രധാന കടമ ഭർത്താവിനോടുള്ള അനുസരണമാണ്. ഭർത്താവ് തെറ്റായാലും ക്രൂരനായാലും ഭാര്യയ്ക്ക് അനുസരണം, അതാണ് അവളുടെ കടമ. വിധവയായാൽ സ്ത്രീക്ക് വീണ്ടും വിവാഹം അനുവദിച്ചിരുന്നില്ല. അവൾ ഭർത്താവിന്റെ സ്മരണയിൽ മാത്രം ജീവിക്കണം എന്ന ചട്ടമുണ്ടായിരുന്നു. മനുസ്മൃതി 5:157 പറയുന്നത് വിധവ ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കരുത്. അവൾ ശുദ്ധവും വിശുദ്ധവുമായ ജീവിതം കഴിക്കണം. വിദ്യാഭ്യാസവും അറിവും എന്നുള്ള ആ തലക്കെട്ടും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. വേദപഠനവും യാഗങ്ങളിലും പങ്കെടുക്കലും സ്ത്രീകൾക്ക് നിരോധനമായിരുന്നു. അവർക്ക് അനുവദിച്ചിരുന്ന പഠനം ഗ്രഹകാര്യങ്ങളും സേവനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുവഴി സ്ത്രീകളുടെ ബൗദ്ധിക വികസനം തടയപ്പെട്ടു. പാട്രിക് ഒലിവെല്ല പറയുന്നത് സ്ത്രീകളെ വേദപഠനത്തിൽ പ്രവേശനത്തിനില്ലാതെയാക്കിക്കൊണ്ട് ബ്രാഹ്മണാധികാര സംവിധാനവും അവരുടെ ആചാരപരവും ബൗദ്ധികവുമായ പുരുഷന്മാരുടെ അധികാരത്തിൽ ആശ്രയിച്ച് നിന്നു പോകുവാൻ ഉറപ്പ് നൽകി. By denying women access to Vedic learning, the Brahminical system ensured that women remained dependent on men for both ritual and intellectual authority. സ്ത്രീയുടെ മത സാമൂഹ്യ സ്ഥാനത്തെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുക. മനുസ്മൃതി അനുസരിച്ചും സ്ത്രീയുടെ മോക്ഷം പോലും ഭർത്താവിനെ ആശ്രയിച്ചാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഭർത്താവിനെ സേവിക്കുന്നത് തന്നെയാണ് സ്ത്രീയുടെ ധർമ്മം എന്ന് പ്രസ്താവിക്കുന്നു. മതപരമായ ചടങ്ങുകളിൽ സ്ത്രീക്ക് സ്വതന്ത്രമായി പങ്കില്ല. അവൾ ഭർത്താവിന്റെ കൂടെ മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. മനുസ്മൃതി 9:29 പറയുന്നത് ഭർത്താവിനെ ആരാധിക്കുന്നതിലൂടെ സ്ത്രീ സ്വർഗം നേടുന്നു എന്നുള്ളതാണ്. സാമൂഹ്യ ഫലങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കണം. സ്ത്രീയെ ഗ്രഹാതുരയായും ആശ്രിതയായും മാത്രം കാണുകയും അവളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പങ്കാളിത്തം ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസം നിരോധിക്കുക, ബാലവിവാഹം, സതി തുടങ്ങിയവയെ കുറിച്ചുള്ള മഹത്വം വളർത്തിപ്പെട്ടുക മനുസ്മൃതിയുടെ സ്വാധീനത്തിലാണ് ഇന്ത്യയിൽ അത്തരം കാര്യങ്ങളിലായത്. അതിനെക്കുറിച്ച് ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെടുന്നത് മനുസ്മൃതി ഭാരതത്തിലെ പിതൃദാധിപത്യത്തിന്റെ പ്രമാണപത്രമാണ്. അത് സ്ത്രീകളെ അടിമകളാക്കി അവരുടെ വ്യക്തിത്വം നിഷേധിച്ചു. മനുസ്മൃതി ഈസ് ദ മാനിഫെസ്റ്റോ ഓഫ് patriarchy in India. It enslaved women and denied them individuality. അതിനാൽ മനുസ്മൃതി സ്ത്രീകളെ പുരുഷന്റെ ശാശ്വത ആശ്രിതയാക്കി അവരുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സാമൂഹ്യമായി തടഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മനുസ്മൃതി സ്ത്രീകൾക്ക് ചെയ്തു തന്ന ഗുണങ്ങൾ. അതുകൊണ്ട് വലിയ പൊളച്ചിൽ പൊളയുന്ന ഈ സനാതന ധർമ്മക്കാരുടെ
സ്ത്രീകൾ അറിയണം, സഹോദരികൾ അറിയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യരാണ്, മാന്യരാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മമാരാണ്, ഞങ്ങളുടെ സഹോദരികളാണ്. നിങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വേദം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്ത് സ്വാതന്ത്ര്യമാണ്? നിങ്ങൾ അടിമകളായിട്ട് തന്നെ കഴിഞ്ഞോണമെന്ന്. എന്നിട്ട് വലിയ വായിൽ നിങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരിവിടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് പറയുന്നത് ഇവിടുത്തെ സനാതന ധർമ്മത്തല്ല ഇടിച്ചു തകർത്തു, ഇവിടുത്തെ പൗരാണികമായിട്ടുണ്ടായിരുന്ന നന്മകളെല്ലാം ഇല്ലാതെയാക്കി. എൻ്റെ പൊന്ന് ശശികല ടീച്ചറെ പോലുള്ള ടീച്ചർമാരെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന് ടീച്ചർമാരാകാനും ചേലയുടുത്ത് സമൂഹത്തിലൂടെ മാന്യമായി നടക്കാനും തക്കവണ്ണമുള്ള ഒരു സ്വാതന്ത്ര്യ ബോധം ഉരുവാക്കി തന്നത് ക്രിസ്ത്യൻ മിഷണറിമാരല്ലേ? അവരെ അല്ലേ നിങ്ങൾ ഇപ്പോഴും അപഹസിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങളുടെ മുമ്പാകെ മൂക്കത്ത് വിരല് വെച്ചുകൊണ്ട് നിങ്ങളെ നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. കാരണം നിങ്ങളുടെ അജ്ഞത അത്ര കഠിനമാണ്. ആ അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നിങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വരുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ സകലരെയും ഒന്നായി കാണുന്ന സ്വർഗീയമായിട്ടുള്ള ഒരു മാർഗമാണ് യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ളത്. ആ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നിങ്ങൾക്ക് ഈ സമൃദ്ധിയായ സന്തോഷവും ബോധവും ഒക്കെ ഉണ്ടാകുന്നത്, ഇക്വാലിറ്റി ഉണ്ടാകുന്നത്. അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ച്